Hi friends, welcome to Pradap Jete. നമ്മുടെ ഇന്നത്തെ വീഡിയോ Samsung Galaxy M31 എന്ന് പറയുന്ന ഫോണിന്റെ ഫുൾ റിവ്യൂ ആണ്. അതായത് നമ്മൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ യൂസേജിനകത്ത് തോന്നിയ ഗുണങ്ങളായിട്ട് തോന്നിയ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ ഇതിന്റെ പോരായ്മകളായിട്ട് നമുക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ പ്രത്യേകം എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സാംസങ് ഗാലക്സി M31 എന്ന ഫോണിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ ഈ യൂസേജിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അത് കഴിഞ്ഞിട്ട് നെഗറ്റീവിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമ്മൾ പോസിറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ, നമുക്കതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. അത് ബെസ്റ്റ് ക്വാളിറ്റി തന്നെയായിരിക്കും. അതങ്ങനെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിയിലുണ്ട്. നല്ല വ്യൂയിങ് ആംഗിൾസും എക്സ്പീരിയൻസും ഒക്കെ തന്നെയാണ്. സിനിമ കാണുമ്പോഴായാലും എന്ത് തരത്തിലുള്ള കാര്യങ്ങൾക്കായാലും ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി. അത് നമുക്ക് പല രീതിയിൽ വിവിഡോ അല്ലെങ്കിൽ നോർമലോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ കിട്ടും. നോച്ച് ഡിസൈൻ ആണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി യു ഡിസൈൻ ആണ് വരുന്നത്. ബട്ട് അത് നമ്മുടെ വ്യൂയിങ് എക്സ്പീരിയൻസിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. റിയർ സൈഡിലെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. ക്വാഡ് ക്യാമറയും ഫിംഗർ പ്രിന്റ് സെൻസറും ഒക്കെ റിയർ സൈഡിലുണ്ട്. ബട്ട് പ്ലാസ്റ്റിക് ഡിസൈൻ ആണ്. സ്മഡ്ജസ് സ്ക്രാച്ചസ് ഒക്കെ പെട്ടെന്ന് വീഴും. അതുകൊണ്ട് ഒരു കേസ് നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ കൊണ്ട് ഒരു പ്ലാസ്റ്റിക് ഡിസൈൻ എന്ന രീതിയിൽ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ്. ഡിസൈൻ വൈസ് എനിക്ക് വലിയ ഇമ്പ്രസീവ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ ഡിസൈനിൽ. കാരണം അത്ര ഒരു ഭംഗിയുള്ളതായിട്ട് അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ തരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എങ്കിലും പ്ലാസ്റ്റിക് ഡിസൈൻ അതിങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ ഓക്കെ, ഈ ഒരു രീതിയിലുള്ള ഡിസൈൻ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഡിസ്പ്ലേ എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് 190 ഗ്രാമേ ഉള്ളൂ. അതിൻ്റെ കാരണം ഈ പ്ലാസ്റ്റിക്കും കൂടിയാണ്. കാരണം 6000 mAh ബാറ്ററി ഉണ്ടായിട്ടും ഇതിന് ഓവർ വെയിറ്റ് വരാതിരിക്കുന്നത് ഗ്ലാസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പകരം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക്കും കൊണ്ട് ഇവിടെ ഗുണവുമുണ്ട്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയ ഒരു ഫോണും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ വൈഡ് ബൈ L1 സർട്ടിഫൈഡ് ആണ്. ആമസോൺ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ പ്രൈം സർവീസുകളിൽ നിന്ന് നമുക്ക് വീഡിയോസ് ഒക്കെ ഫുൾ HDയിൽ തന്നെ സ്ട്രീം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡിസൈനും ഡിസ്പ്ലേയും. പറയത്തക്ക യാതൊരു ഇഷ്യൂസും ഇതിൻ്റെ ഭാഗത്ത് വരുന്നില്ല. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സെൻസേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള സെൻസേഴ്സും പ്രോക്സിമിറ്റി ആയാലും GPS ആയാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പറയത്തക്ക യാതൊരു ന്യൂനതകളും അതിൻ്റെ ഭാഗത്തൊന്നും വരുന്നില്ല. അതേപോലെ തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ് ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. സോ ഓവറോൾ എല്ലാ സെൻസേഴ്സും വളരെ ഡീസൻ്റ് ആണ്. പിന്നെ കോൾ ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കോളിലൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല നെറ്റ്വർക്ക് റിസപ്ഷൻ ഉണ്ട്. കോളിൻ്റെ സൗണ്ട് ആണെങ്കിലും നല്ല ഡീസൻ്റ് ആയിട്ട് തന്നെയുണ്ട്. മറ്റേ വശത്ത് കേൾക്കുന്ന ആൾക്കാരും ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണെന്നാണ് പറയുന്നത്. പറയത്തക്ക ന്യൂനതകളൊന്നും ഇതിൻ്റെ മൈക്രോഫോണിൻ്റെ ഭാഗത്തും ഇല്ലെന്നർത്ഥം. സോ ഓവറോൾ കോൾ ക്വാളിറ്റിയും അടിപൊളിയാണ്. ഇനി സൗണ്ട് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇയർഫോൺ ഹെഡ്ഫോണൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ യാതൊരു ഇഷ്യൂ ഇല്ല. ഡോൾബി സൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. നല്ല ക്വാളിറ്റി ഉള്ളൊരു സൗണ്ടും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. പറയത്തക്ക യാതൊരു ന്യൂനതകളും ആ ഭാഗത്തില്ല. ഈവൻ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ പറയുക, ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് സിനിമ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നെങ്കിൽ അപ്പോഴും സഫീഷ്യൻ്റ് ആയ സൗണ്ട് ഉണ്ട്. സിനിമയൊക്കെ ഞാൻ 1-2 സിനിമയൊക്കെ ഞാൻ ഇതിനകത്ത് കണ്ടു നോക്കി. അപ്പോൾ ഇതിനകത്ത് നല്ല ലൗഡ് സ്പീക്കറിൽ നല്ല സൗണ്ട് ഉണ്ട്. ഒരു തരത്തിലുള്ള സൗണ്ട് കുറവും നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തില്ല. അപ്പോൾ നല്ല സൗണ്ട് ക്വാളിറ്റി, ലൗഡ്നെസ്സും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഉണ്ട്. കോൾ ക്വാളിറ്റിയും നല്ല രീതിയിൽ തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവുമില്ല. പ്രത്യേകിച്ചും ഗെയിമേഴ്സിന് ഞങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടി ഈ ഒരു ഫോൺ എടുത്താൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്മൂത്ത് എക്സ്ട്രീം ഒക്കെ ഇട്ടുകൊണ്ട് ഇതിൽ PUBG കളിക്കാൻ പറ്റും. ഞാൻ ഗെയിമിംഗ് റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ PUBG കളിക്കാൻ വേണ്ടി ഒരു ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗെയിമിംഗ് റിവ്യൂ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഞാനത് ചുരുക്കി ഇവിടെ പറയുകയാണെങ്കിൽ സ്മൂത്ത് എക്സ്ട്രീം ഏറ്റവും കൂടിയ ആ ഒരു ഫ്രെയിം റേറ്റിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ ഗെയിം കളിക്കാൻ യാതൊരു പ്രശ്നവുമില്ല. എനിമീസ് ഒക്കെ വരുമ്പോൾ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റ് പല ഫോണുകളിലും കാണുന്ന ഒരു ഫ്രെയിം ഡ്രോപ്പ് ഒക്കെ ഇതിനകത്ത് വരും. സ്മൂത്ത് എക്സ്ട്രീം ഇട്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല സ്മൂത്തായ എക്സ്പീരിയൻസ് വേണമെങ്കിൽ എക്സ്ട്രീം ഇടണ്ട, കുറച്ചിട്ടുകൊണ്ട് കളിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിക്കാം. പറയത്തക്ക ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. സോ PUBG കളിക്കുന്നവർക്കും വേണമെങ്കിൽ ഈ ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യാൻ വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ പ്രോ പ്ലേയേഴ്സിന് ഗംഭീര ലെവലിൽ കളിക്കാൻ വേണ്ടിയൊക്കെ എടുത്താൽ അത്ര നല്ല ലോജിക് ആയിരിക്കില്ല. ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകൾ മറ്റ് ബ്രാൻഡുകളുടെ ഈ പ്രൈസ് റേഞ്ചിലുണ്ട്. സാംസങ്ങിൻ്റെ ഫോൺ എടുക്കുമ്പോൾ അതിലേറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു ഫോൺ ഇത് തന്നെയാണ്. അത്യാവശ്യമൊക്കെ PUBG കളിക്കാനും പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. അപ്പോൾ യാതൊരു ഇഷ്യൂസും ആ ഹീറ്റിങ്ങോ അല്ലെങ്കിൽ പെർഫോമൻസിലോ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. നല്ല ഇമ്പ്രസീവായ ഒരു എക്സ്പീരിയൻസ് തന്നെ ഒരു സാംസങ് ഫോൺ എന്ന രീതിയിൽ, ഈ ഒരു പ്രൈസ് റേഞ്ചിലെ സാംസങ് ഫോൺ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവിടെയും പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. OTG സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ USB OTG വഴി നമുക്ക് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം OTG ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ തരത്തിലുള്ള സർവീസുകളും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ റാം മാനേജ്മെൻറ്റ് കാര്യം നോക്കിയാൽ ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്തിട്ട് പല ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുമ്പോഴും വളരെ ഡീസൻ്റ് ആയിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. അപ്പോൾ ഒരു നല്ല ഗുഡ് റാം മാനേജ്മെൻറ്റും ഈ ഒരു ഫോണിനുണ്ട്.
യാതൊരു വിധ ഇഷ്യൂസും റാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തും ഈ ഫോണിന് വരുന്നില്ല. സോ ഓവറോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിയാൽ പറയത്തക്ക ന്യൂനതകളൊന്നും ഇതിനകത്തില്ല. ഓവർ ഹീറ്റിംഗ് അടക്കം ഒരു പ്രശ്നവുമില്ലാത്ത നല്ലൊരു ഡീസൻ്റായ ഈ പ്രൈസ് റേഞ്ചിലെ സാംസങ് ഫോണുകളിലെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. അത്രയും നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ്. റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഫ്രണ്ടിലെ സെൽഫി 32 മെഗാ പിക്സലുണ്ട്. ഇതിൻ്റെ ഈ ഒരു ക്യാമറയുടെ പെർഫോമൻസ് നോക്കിയാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ സാംസങ് ഫോണുകളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ചും ഈ ഒരു സാംസങ് GW സെൻസറൊക്കെ ഇത്രയും നന്നായിട്ട് ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഇവിടെ കാണാം. ഒരു നല്ല ക്വാളിറ്റി പെർഫോമൻസ്, മെയിൻ ക്യാമറ ഇമേജുകളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റി തന്നെ, യാതൊരു ഇഷ്യൂസും ഇല്ല. പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം, നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊന്നും പറയത്തക്ക ഇഷ്യൂസ് ഇല്ല. ബാക്കിയുള്ള വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഒന്നും ഞാനിവിടെ ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങളത് ക്യാമറ റിവ്യൂവിൽ കണ്ട് മനസ്സിലാക്കാം. ക്യാമറ റിവ്യൂവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ആസ്പെക്റ്റുകളും കൃത്യമായിട്ട് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളൂ. നിങ്ങളൊരു ക്യാമറ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഫോൺ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ക്യാമറ റിവ്യൂ കണ്ടു നോക്കാം. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറ ഇമേജുകൾ നിങ്ങളിവിടെ കാണുന്ന പോലെയാണ്. നല്ലൊരു ക്വാളിറ്റി സെൽഫി ക്യാമറ തന്നെയാണ് നോർമൽ ഇമേജുകൾക്ക് നമുക്ക് കിട്ടുന്നത്. ബട്ട് പോർട്രേറ്റ് ഇമേജുകളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചെറിയൊരു എഡ്ജൊക്കെ പോകുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്ര ഒരു ഇമ്പൾസീവായ സെറ്റപ്പായിട്ട് തോന്നിയില്ല. പക്ഷേ ബാക്കി ക്വാളിറ്റി വൈസ് ഓവറോൾ നല്ലൊരു ഗുഡ് ക്വാളിറ്റിയാണ്. സെൽഫി നോർമൽ സെൽഫിക്ക് ഒരു അടിപൊളി ക്വാളിറ്റി നമുക്കിവിടെ കാണാം. എന്തായാലും ഇതിൻ്റെ ക്യാമറ മൊത്തത്തിൽ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ക്യാമറ സെറ്റപ്പാണ്. ഈ പ്രൈസ് റേഞ്ചിലെ സാംസങ് ഫോണുകളിൽ ഞാൻ കണ്ട ഏറ്റവും നല്ല ക്യാമറ പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചുള്ള ചുരുക്കിയുള്ള കാര്യം. കൂടുതൽ വിശദമായിട്ട് ആ ക്യാമറ റിവ്യൂ കണ്ട് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ 6000 mAh ബാറ്ററിയാണുള്ളത്. ഒരു നല്ല ബാറ്ററി ലൈഫ് ഒരു ദിവസം എന്തായാലും നമുക്ക് കിട്ടും. അതിനകത്ത് യാതൊരു ഇഷ്യൂയും വരില്ല. അഗ്രസീവായിട്ട് യൂസ് ചെയ്യുന്നവർക്കും ഒരു ദിവസം കിട്ടും. PUBG കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചാൽ ഒരു ദിവസം കിട്ടില്ല. പക്ഷേ ഒരു നോർമലായിട്ടുള്ളൊരു യൂസർക്ക് ഇത്തിരി ഹെവി ആയിട്ട് യൂസ് ചെയ്താൽ പോലും നമുക്കൊരു ദിവസം സുഖമായിട്ട് കിട്ടും. ഒരു ദിവസമല്ല, കംപ്ലീറ്റ് നോർമൽ യൂസർ ആണെങ്കിൽ ഉറപ്പായിട്ടും 2 ദിവസം എങ്ങനെയായാലും എത്താം. 1.5 തൊട്ട് 2 ദിവസം വരെ എത്താനുള്ള സാധ്യതയുണ്ട്. നല്ല ഇംപ്രസീവായ ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിനുണ്ട്. എന്നാലും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. എങ്കിലും കുറച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചാർജിങ് ആൻഡ് ഡ്രെയിനിങ് ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓരോ സെക്ഷനിലും കോൾ ചെയ്യുമ്പോഴും യൂട്യൂബ് കാണുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ബ്രൗസ് ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ എത്രയൊക്കെ ബാറ്ററി വിധാൻ ലോസ് ആവുന്നുണ്ട്, എത്രയൊക്കെ ഹീറ്റിംഗ് വരുന്നുണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടു നോക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തായാലും എന്നെ സംബന്ധിച്ച് നല്ലൊരു ബാറ്ററി ലൈഫാണ്. ഒരു വലിയ 6000 mAh എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലുള്ളൊരു പെർഫോമൻസ് കിട്ടുന്നതായിട്ട് എനിക്ക് അത്ര തോന്നിയില്ല. ബട്ട് എങ്കിലും ആ ഒരു ചാർജിങ് ട്രെയിനിങ് ടെസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്. 1-1.5 ദിവസം സുഖമായിട്ട് കിട്ടുന്ന ഒരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിനുണ്ട്. ഇനി 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കാറുള്ളത്, ഇതിനകത്ത് വൈഫൈ കോളിംഗ് പോലുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് സപ്പോർട്ട് ചെയ്യുന്ന സിം ഇടണം. ഇപ്പോൾ ഞാൻ ജിയോ ഇട്ടിട്ടാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് വൈഫൈ കോളിങ്ങിൻ്റെ സൗകര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. അതേപോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ നോക്കിയാൽ SAR വാല്യൂ 383.383 ആണ് വരുന്നത്. Type C പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ UI ആൻഡ്രോയിഡ് 10 ബേസ്ഡ് 1 UI ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഓവറോൾ ഡാർക്ക് മോഡ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അതെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെയുണ്ട്. ഇനി ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറിൻ്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല എഫിഷ്യൻ്റ് ആയ ഒരു പെർഫോമൻസ് തന്നെയാണ്. പറയത്തക്ക യാതൊരു ഇഷ്യൂസും ഇല്ല. ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്തായാലും നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കാം. നല്ല ഫാസ്റ്റായ റെസ്പോൺസ് ചെയ്യുന്ന ഒരു നല്ല ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. സോ ഓവറോൾ ഈ ഒരു ഫോൺ ഇതിൻ്റെ പ്രോ സൈഡ് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ബെസ്റ്റ് സെറ്റപ്പാണ് ഈ ഒരു ഫോൺ. 15000 രൂപയ്ക്ക് സാംസങ്ങിൻ്റെ ഏറ്റവും നല്ല ഫോൺ എന്ന രീതിയിൽ നമുക്ക് നോക്കാവുന്ന ഒരു ഫോണാണ്. എങ്കിലും ഇതിനകത്തും ചില നെഗറ്റീവ് പോയിന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഡിസൈൻ. ഈ റേഞ്ചിൽ നമുക്ക് പ്ലാസ്റ്റിക് ഡിസൈനുള്ള ഫോണുകൾ ഉണ്ടെങ്കിൽ കൂടി അതൊക്കെ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല സ്റ്റൈലിഷ് ആയ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ എന്തായാലും എനിക്ക് സാംസങ് ഇത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്തായാലും ഈ ഒരു പ്രൈസിൽ പറ്റിയ ഏത് ബ്രാൻഡിൻ്റെ ഫോൺ എടുത്താലും ഇതിനേക്കാൾ ബെറ്റർ ആയ ഒരു ക്വാളിറ്റിയുള്ള ഡിസൈനാണ് റിയർ സൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സോ ഒരു പ്ലാസ്റ്റിക് ഡിസൈൻ ഒരു ഗ്ലാസ് ഡിസൈനായിട്ട് മാറ്റുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസൈൻ തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പ്ലാസ്റ്റിക് ഡിസൈൻ എനിക്ക് അത്ര ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീല് നമുക്ക് തരില്ല. 15000 രൂപ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഫോൺ കയ്യിലിരിക്കുന്ന ഒരു ഫീല് തന്നെ കിട്ടുള്ളൂ. ആ ഒരു കാര്യം ഒരു ന്യൂനതയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഈ സാംസങ് എന്ന ബ്രാൻഡിങ് ഞാൻ മാറ്റി നിർത്തുകയാണ് കേട്ടോ. പ്രൊഡക്റ്റിനെ മാത്രം നോക്കുമ്പോൾ ബ്രാൻഡ് ഒഴിവാക്കി നോക്കിയാൽ നമുക്കൊരു പ്ലാസ്റ്റിക് ഫോൺ എന്ന രീതിയിൽ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. ഇൻ ഹാൻഡ് ഫീലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോൺ മോശമാണെന്നല്ല. മേ ബി നിങ്ങൾക്ക് അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഇനി ഇതിൻ്റെ ഒപ്പം വരുന്ന ഫാസ്റ്റ് ചാർജിങ് 6000 mAh ബാറ്ററി വെക്കുമ്പോൾ ജസ്റ്റ് 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൊണ്ട് നമ്മൾ ചാർജ് ചെയ്താൽ 3 മണിക്കൂർ 3 മിനിറ്റ് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ആ ഒരു ടൈമാണെങ്കിലും 3 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട് നോർമൽ യൂസറെ സംബന്ധിച്ച് ഇത് ചാർജ് ചെയ്യാൻ. ഫോൺ ഓഫ് ചെയ്ത് വെച്ച് ചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിം ഇടാതെ ചാർജ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ചാർജിങ് ടെസ്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷേ നോർമലി നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന പോലെ
അപ്പോൾ ഞാനിവിടെ ചാർജിങ് ആൻഡ് ട്രെയിനിങ് ടെസ്റ്റ് നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നോർമലി ജിയോ സിം ഒക്കെ ഇട്ട് നോർമലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ട്വിറ്ററും വാട്സപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എൻ്റെ നോർമൽ ഫോൺ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഫോൺ ചാർജിന് വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കൂർ എന്തായാലും എടുക്കും. ആ രീതിയിലാണ് ഞാൻ ചാർജിങ് ആൻഡ് ട്രെയിനിങ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു 3 മണിക്കൂർ ടൈം എടുക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. കുറച്ചുകൂടി ഇത്തിരി നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് 18 അല്ലെങ്കിൽ ഒരു 27 ഒക്കെ അവർക്ക് ഉൾപ്പെടുത്താം. ഒരു ഇത്തിരി ബെറ്ററായ ഒരു ചാർജിങ് 6000 mAh ബാറ്ററി കൊടുക്കുമ്പോൾ കുറച്ച് ബെറ്ററായ ഫാസ്റ്റ് ചാർജിങ് ഉൾപ്പെടുത്തിയെങ്കിൽ നന്നായി എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായിട്ട് തോന്നിയ ഒരു കാര്യം. പിന്നെ ഇപ്പോൾ ഈ ഒരു റേഞ്ചിലെ മറ്റ് പല ഫോണുകളിലും നമുക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങും ഇന്റേണൽ സൗണ്ട് റെക്കോർഡിങ്ങും ഈവൻ എല്ലാ ബ്രാൻഡുകളും തന്നു തുടങ്ങി. ഇപ്പോഴും സാംസങ് ആ ഒരു സൗകര്യം നമുക്ക് തരുന്നില്ല. അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് കുട്ടികൾ ഈ ഫോൺ എടുക്കുമ്പോൾ അവരൊക്കെ ഗെയിം കളിക്കും, അത് റെക്കോർഡ് ചെയ്യും, അപ്ലോഡ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സൗകര്യം ഇപ്പോഴും ഈ ഒരു സാംസങ് M31 എന്ന ഫോൺ വരുമ്പോഴും ഇതിനകത്തില്ല. അപ്പോൾ അതും ചെറിയൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നി. അവർക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു ഫീച്ചറാണ്, മേ ബി ഭാവിയിൽ ഉൾപ്പെടുത്തിയേക്കാം. എന്തായാലും ഇപ്പോഴേക്ക് ഇതിനകത്ത് അതൊന്നും വരുന്നില്ല. ഇനി ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റ് പല ബ്രാൻഡുകളും ഈ ഒരു പ്രൈസിൽ നമുക്ക് ഫോൺ തരുമ്പോൾ സ്ക്രീൻ ഗാർഡും കേസും ഒക്കെ തരാറുണ്ട്. അപ്പോൾ സ്ക്രീൻ ഗാർഡിലേക്ക് തന്നെയും ഒരു കേസ് എങ്ങനെയായാലും നമുക്ക് കിട്ടാറുണ്ട്. പ്രത്യേകിച്ചും 15, 16, 17 രൂപ റേഞ്ചിലൊക്കെ ഉറപ്പായിട്ടും കേസും സ്ക്രീൻ ഗാർഡൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ സ്ക്രീൻ ഗാർഡ് ഇല്ല എന്നുള്ളത് നമ്മൾ വലിയ ഇഷ്യൂ ആയിട്ട് പറയില്ല. പക്ഷേ കേസ് ഒരെണ്ണം അത്യാവശ്യമായിരുന്നു, ഒരു കേസും ഇവർ തരുന്നില്ല. പ്രത്യേകിച്ചും ഈ ഒരു ഫോണിൻ്റെ റിയർ സൈഡ് പ്ലാസ്റ്റിക് ആണ്, അത് വളരെ തിന്നായ പ്ലാസ്റ്റിക് ആണ്, സ്ക്രാച്ചും സ്മഡ്ജസും ഒക്കെ ഈസി ആയിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു കേസ് കൂടി തന്നിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നു. ഇവിടെ അങ്ങനെയുള്ള ആക്സറീസും തരുന്നില്ല എന്നുള്ളത് ഒരു ചെറിയ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഇവിടെ തോന്നിയത്. ഇനി ഇതിൻ്റെ ബാക്കി ഒരു കാര്യം, ഇതിൻ്റെ ഫേസ് അൺലോക്ക് സംവിധാനം അത് ഇത്തിരി വളരെ സ്ലോ ആണ്. അതിനെ സംബന്ധിച്ചൊരു നല്ല ഇമ്പ്രസീവായ ഒരു എക്സ്പീരിയൻസ് അല്ല. നമുക്കറിയാം ഇതിനകത്തുള്ളത് ഒരു വലിയ സെക്യൂർഡായ ഫേസ് അൺലോക്ക് സംവിധാനമല്ല, എങ്കിലും നോർമലി യൂസ് ചെയ്യുന്ന ഫേസ് അൺലോക്ക് ഇത്തിരി ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ യൂസേജിന് കുറച്ചും കൂടിയും ഒരു ബെറ്ററായ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാണ്. പക്ഷേ ഫേസ് അൺലോക്ക് ഇവിടെ സ്ലോ ആണ്. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. അത് ഒരു ചെറിയ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നോർമലി നമ്മൾ ചെറിയ ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടാൽ ആ വീഡിയോ ക്ലിപ്പിനകത്ത് വലിയ പ്രശ്നമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വലിയ ഷോട്ട്, നമ്മൾ ലോങ് ഷോട്ട് എടുത്താൽ അതിനകത്ത് പലപ്പോഴും ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഫോക്കസ് ഹണ്ടിങ് നടത്തുന്ന ഒരു സംഭവം കാണാം. അത് ഇച്ചിരി ഡിസപ്പോയിൻറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ആ ഒരു ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ എന്തായാലും ഇതിനകത്തുണ്ട്. ഇത്തിരി ലോങ് ആയ ഷോട്ടുകൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ആ കാര്യം പലർക്കും ഈ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫോൺ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കാര്യമായിട്ട് തന്നെ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ക്യാമറ റിവ്യൂ പ്രത്യേകം കണ്ടു നോക്കിയിട്ട് അതിൻ്റെ ആ ഒരു പ്രശ്നം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു കാര്യം ഇതിൻ്റെ പോർട്രേറ്റ് ഇമേജുകളുടെ കാര്യമാണ്. നമ്മൾ സെൽഫി ക്യാമറയിലെ പോർട്രേറ്റ് ഇമേജ്, റിയർ ക്യാമറ നല്ല കണ്ടീഷനാണ്, പോർട്രേറ്റ് ഇമേജുകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല, എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷേ സെൽഫി ക്യാമറയുടെ പോർട്രേറ്റ് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്ന പോലെ അതിൻ്റെ എഡ്ജൊക്കെ ആകെ ബ്ലറായി പോയിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം, ഒരു പെർഫെക്ഷൻ ഇല്ല. അപ്പോൾ കണ്ടമാനം സെൽഫി പോർട്രേറ്റ് ഇമേജുകൾ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ അത്രയുമാണ് സാംസങ് ഗാലക്സി M31 എന്ന ഫോൺ നമ്മൾ ഈ കുറച്ച് നാളെ യൂസ് ചെയ്തതിൽ നിന്ന് നമുക്ക് തോന്നിയ അതിൻ്റെ നല്ല വശങ്ങളും അതിലെ പോരായ്മകളുടെ നമുക്ക് തോന്നിയ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്തോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.